ഒരു മനുഷ്യന്റെ മരണം എവിടെ വെച്ചാണെങ്കിലും എങ്ങനെയാണെങ്കിലും ഏത് സ്ഥിതിയിലും മരണപ്പെടുമെന്ന് അതിൻ്റെ ഏറ്റവും ഉദാഹരണമാണ് ഈ കാണുന്ന പേപ്പർ കട്ടിങ്. നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് അറിയില്ല. മയ്യത്ത് എഴുന്നേറ്റിരുന്നു, കുളിപ്പിച്ച ഇമാം മരിച്ചു. ആ മയ്യത്തിനെ വിദഗ്ധരായ ഡോക്ടർമാർ പരിശോധിച്ച് അവസാനം മരണപ്പെട്ടു എന്ന സർട്ടിഫിക്കറ്റ് കൊടുത്തു വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോയി. ആ മയ്യത്തിന് ചെയ്യേണ്ട എല്ലാ കർമ്മങ്ങളും ചെയ്ത് കുളിപ്പിച്ച സ്വന്തം ഇമാം, ആ പള്ളിയുടെ ഇമാം ഈ മയ്യത്ത് എഴുന്നേറ്റിരുന്നത് കണ്ടപ്പോൾ അവിടെ ബോധരഹിതരായി വീണു കുഴഞ്ഞു മരിച്ചു എന്നാണ് നമുക്ക് പേപ്പർ കട്ടിങ്ങിലൂടെ വായിക്കാൻ കഴിയുന്നത്. മനുഷ്യന്റെ മരണം എവിടെ വേണമെങ്കിലും സംഭവിക്കും, എങ്ങനെ വേണമെങ്കിലും സംഭവിക്കും. അതെല്ലാം പടച്ചവനാണ് തീരുമാനിക്കുന്നത്. മറ്റൊരു വീഡിയോ ആണ് ഇന്നലെ സോഷ്യൽ മീഡിയകളിലൊക്കെ ഓടിക്കൊണ്ടിരുന്ന വീഡിയോ കൂടിയാണ്. ഒരു 19കാരിയായ ഒരു പൊന്നുമോൾ കുഴഞ്ഞു വീണ് മരണപ്പെട്ടു പോയി. ഇതെല്ലാം പടച്ചവന്റെ കളിയാണ്. നാം പലപ്പോഴും വിചാരിക്കുന്നത് എനിക്ക് വയസ്സാകുന്നത് വരെ കൂടുതൽ വർഷം ഞാൻ ഈ ലോകത്ത് ജീവിക്കും, എന്ത് വേണമെങ്കിലും തോന്നിവാസം ചെയ്ത് ജീവിക്കാമെന്ന് വിചാരിക്കുന്ന ആളുകളായിരിക്കും. പക്ഷേ പടച്ചവൻ നമ്മെ എപ്പോൾ പിടിച്ചു കെട്ടുമെന്ന് നമുക്ക് യാതൊരു ഗ്യാരണ്ടിയില്ല. അതുകൊണ്ട് ആരെ മനസ്സും നോവിക്കാതെ, ആരുടെയാണെങ്കിലും വൈരാഗ്യം കൊണ്ട് മിണ്ടാതിരുന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അവരോട് പൊരുത്തപ്പെടിക്ക്. പടച്ചവൻ നിന്റെ ഈ ചൊടിയോടുകൂടെ ഒരു മഹ്ലൂക്കിനെ, അള്ളാഹു പടച്ച ഒരു സൃഷ്ടിയെ നീ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ മനസ്സ് ശരിയാകുന്നത് വരെ, അവൻ നിനക്ക് പൊരുത്തപ്പെട്ടു തരുന്നത് വരെ പടച്ചവൻ നിന്റെ ഒരു അമലും അള്ളാഹു സ്വീകരിക്കില്ല. അതുകൊണ്ട് എല്ലാ ആളുകളും തമ്മിൽ സ്നേഹത്തോടുകൂടെ ചേർന്ന് ജീവിക്കുക. അതാണ് യഥാർത്ഥമായ മുഅ്മിനിന്റെ ഒരു ലക്ഷണം. ഓക്കെ.